ഹായ്, ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പത്തിന് പൊടി വാട്ടാണ്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ. എന്നാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ് കേട്ടോ ഇടിയപ്പം. അപ്പോൾ ഇടിയപ്പത്തിന് പൊടി വാട്ടി വെച്ചിട്ട് കടലക്കറിയാണ്. 2 ടൈപ്പ് കടലയാണ് കേട്ടോ. ചുമന്ന കടലയുണ്ട്, വെള്ളക്കടലയുണ്ട്. സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കുക്കറിനകത്തിട്ട് കടല അടുപ്പത്ത് വെച്ചു. ഈ സമയം കൊണ്ട് മാവ് കുഴച്ചെടുക്കാൻ തുടങ്ങണം കേട്ടോ. ചെറിയ ചൂട് അധികമായിരുന്നു. ചൂട് ശരിക്കും മാറിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഇടിയപ്പം കഴിക്കാൻ ടേസ്റ്റ് ആണെങ്കിൽ ഇത് അച്ച് തിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര മടിയാണ്. കൈ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. പൊന്നൂനും ചേട്ടനും കൊച്ചിനൊക്കെ അത് തന്നെയാണ് ഇഷ്ടം. മുത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് ഇടിയപ്പം വീശി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കടല വെന്തിട്ടുണ്ട്. ഞാൻ തേങ്ങ വറുത്തരയ്ക്കാൻ നിൽക്കാതെ കുറച്ച് കടലയും ഇത്തിരി 2 സ്പൂൺ തേങ്ങയും കൂടെ അരയ്ക്കും കേട്ടോ. അപ്പോൾ ശരിക്കും തേങ്ങ വറുത്തരച്ചൊരു ടേസ്റ്റ് വരും. പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിടേ ഉള്ളൂ. പിന്നെ കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും തേങ്ങ വറുത്തരച്ച ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരിക്കൽ ഇത് കടലക്കറി വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. കടലക്കറിക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും കടുക് താളിച്ചാൽ മാത്രം മതി കേട്ടോ. ഇവിടെ ഒത്തിരി ഗ്രേവി ആവശ്യമില്ല, എന്നാലും ഞാൻ കുറച്ചാക്കിയിട്ട്, കാരണം കടല അരയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഇച്ചിരൂടെ തിക്കായിട്ട് വരും. അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. ഇനി അത് കടുക് താളിക്കണം. ഇടിയപ്പം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് അപ്പോൾ നമുക്ക് അത് കഴിക്കാം. കറിയും റെഡിയായി, ഇടിയപ്പം റെഡിയായി. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ വീഡിയോ. താങ്ക് യു.